നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ അന്തിമ ധാരണ എന്താണ്? ഏതൊക്കെ സീറ്റുകൾ നിലനിർത്തും? ഏതൊക്കെ സീറ്റുകൾ മുസ്ലിം ലീഗിന് ലഭിക്കും? ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ചേരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് അന്തിമമായിട്ട് ധാരണയായിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ച UDF-ൽ തുടങ്ങിയത്. കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 27 സീറ്റുകളിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. ഇതിൽ 1-2 സീറ്റുകൾ വച്ചുമാറുന്നതിനെ ചൊല്ലിയുള്ള ചില ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോങ്ങാട്ട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. പകരം മറ്റൊരു സീറ്റ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. അതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നൽകാനോ അല്ലെങ്കിൽ ലീഗിന്റെ കൈവശമുള്ള സീറ്റുകൾ തിരിച്ചെടുക്കാനോ ഒന്നും കോൺഗ്രസിൽ തീരുമാനമില്ല. അതേസമയം RSP ആണ് മറ്റൊരു ഘടകകക്ഷി. അവർ 5 സീറ്റുകളിൽ മത്സരിക്കും. ആ സീറ്റുകളിലും മാറ്റം ഉണ്ടാകില്ല. ഈ 5 സീറ്റുകളിൽ പ്രധാനമായും അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരവിപുരം, അതുപോലെ തന്നെ കുന്നത്തൂർ, അതുകൂടാതെ ചവറ, ഈ 3 മണ്ഡലങ്ങളിലാണ് RSP വിജയം പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആറ്റിങ്ങൽ സീറ്റ് മാറണം എന്നൊരു ആഗ്രഹം RSP മുന്നോട്ട് വെച്ചെങ്കിലും തൽക്കാലം ചർച്ചകൾക്ക് ശേഷം പ്രശ്നം പരിഹരിക്കാം എന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ സീറ്റ് ഒരു പക്ഷേ ലീഗ് ഒരു സംവരണ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ആറ്റിങ്ങൽ സീറ്റ് ലീഗ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ ലീഗുമായും ഒപ്പം തന്നെ RSPയുമായിട്ടുള്ള ചർച്ചകളാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചകൾ നടക്കും. ജോസഫ് വിഭാഗം 10 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതിൽ 2 കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത്. ബാക്കി 8 സീറ്റുകളിലും പരാജയപ്പെട്ടു. ഇതിൽ 4 സീറ്റുകൾ കോൺഗ്രസിന് തിരിച്ചു വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആദ്യവട്ട ചർച്ച നടന്നപ്പോഴേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൽ സീറ്റ് ചർച്ചകൾ ഏകദേശം ധാരണയിലായി എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഈ ചർച്ചകൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മസൂദ് മിസ്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം എത്തിയത്. അത് മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയസാധ്യതകൾ നോക്കി തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആ തീരുമാനം വീണ്ടും ഹൈക്കമാൻഡിന് വിട്ടു നൽകുമെന്നും മസൂദ് മിസ്ത്രി പറഞ്ഞു. ശരി, മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.